ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്ലീ കിച്ചൻ. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ബ്രെഡ് മലായി പുഡിംഗ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മലായിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. മലായി ബ്രെഡ് പുഡിംഗ് ആണ്. ഇതിന് നല്ല ഫ്രഷായ ബ്രെഡാണ് വേണ്ടത്. പിന്നെ അടുത്തത് വേണ്ടത് മിൽക്ക് മേഡ്, 1/2 ഗ്ലാസ് മിൽക്ക് പൗഡർ, സാഫ്രോണ്, പിന്നെ ഫ്രഷ് ക്രീം, പിന്നെ ബട്ടർ. പിന്നെ അടുത്തതായി വേണ്ടത് പാലാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇത് കട്ടയില്ലാതെ നന്നായി ഒന്ന് മെൽറ്റാകുന്നവരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് മിൽക്ക് പൗഡർ അല്പമായി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നന്നായി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതേ രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി അടുത്തതായി ബ്രെഡ് എടുത്ത് ഇതേപോലെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ബ്രൗൺ കളറുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിന് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം. എന്നാലേ നന്നായി റോൾ ചെയ്യേണ്ടതാണ്, റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു ബൗളിലാണ് ഈ പുഡിങ്ങിന് വേണ്ടി ബ്രെഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത ഓരോ ബ്രെഡും ഇതേപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് ഇതുപോലെ നന്നായി റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്ത ഓരോ ബ്രെഡും ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 1/2 കപ്പ് പാല് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിൻ്റെ ബാലൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോയിൽ ചെയ്ത മിൽക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ മുകളിലോട്ടേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മലായിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. അരക്കപ്പ് ചൂടുപാലിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് വെച്ചതാണ്. അതുകൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി കുറച്ച് നട്ട്സൊക്കെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ബദാം, പിസ്ത, ഇതൊക്കെ കാഷ്നട്ട്, ഇതൊക്കെ സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ പിസ്ത പൊടിച്ച പൗഡറാണ്, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. വളരെ ഈസിയായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്തതിന് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്.